എനിക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇത്രയധികം പുസ്തകങ്ങൾ വായിക്കണത്? എങ്ങനെയാണ് വായിക്കുന്ന പുസ്തകങ്ങൾ ഓർത്തിരിക്കണത്? എങ്ങനെയാണ് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെരി പാഷനേറ്റ്ലി പുസ്തകങ്ങൾ വായിക്കാൻ പറ്റണം എന്നുള്ളത്. ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. എങ്ങനെ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം? നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ പല പുസ്തകങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും. പലപ്പോഴും പുസ്തകങ്ങൾ തുറന്ന് ഒരു പകുതി പോലെ എത്താണ്ട് കുറച്ച് പേജുകൾ വെച്ച് പകുതി വെച്ച് ഉപേക്ഷിച്ച് പിന്നെ ആ പുസ്തകത്തിനെ പറ്റിയേ മറന്നുപോയിട്ട് വേറൊരു പുസ്തകം വാങ്ങി അതും അവിടെ പകുതി വെച്ച് ഉപേക്ഷിച്ച് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടുന്ന കൂടുതൽ മെസ്സേജുകൾ അത്തരം ആളുകളിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എങ്ങനെ നമുക്ക് ഒരു പുസ്തകത്തിനെ അതിൻ്റെ ഒരു ഡെപ്തിൽ അതിൻ്റെ മീനിങ് ഒന്നും വിടാണ്ട് എങ്ങനെ നമുക്ക് ആ ഒരു ബുക്കിനെ ഒരു പർപ്പസ്ഫുള്ളി വായിക്കാം എന്നുള്ളൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കരുതി. കാരണം കുറച്ച് നാൾ മുമ്പ് വിമലെ, നമ്മളുടെ ഒരു ഫോളോവറാണ് വിമലെ, കോഴിക്കോട് നിന്ന്. വിമല ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ബുക്ക് ഞങ്ങൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്തൊരു ബുക്കിനെ പറ്റി ചോദിച്ചു. ആ ബുക്ക് കുറച്ച് പഴയ പുസ്തകമായിരുന്നു. അത് വിമൽ വായിക്കാൻ ട്രൈ ചെയ്തപ്പോഴും മറ്റേ പഴയ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ബുക്കിനെ ഒത്തിരി ഡ്രൈവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിന് എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് വെച്ചിട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് കിട്ടും. അപ്പോൾ അന്ന് ഞാൻ കരുതിയതാണ് ഇങ്ങനെ ഒരു വീഡിയോ വിടാം. അത് കുറച്ച് നാളുകളായി, പക്ഷേ സമയത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റേണ്ടായിരുന്നില്ല. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് അതിൻ്റെ പുസ്തകം വായനയെ പറ്റി ഡീപ്പ് ഡൈവ് ചെയ്യണേക്കാളും മുമ്പ് വിചാരിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ പുസ്തകം വായിക്കാൻ തന്നെ ഫെയിലർ ആവണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നോക്കാമെന്ന് കരുതി. അതായത് വൈ പീപ്പിൾ ഫെയിൽ ടു റീഡ് എന്ന ഒരു കൺസെപ്റ്റ്. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം മൊത്തം ഫോൺ ഉപയോഗിക്കേണ്ടവരിക്കാം, മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്യുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പല അൺഇൻട്രസ്റ്റിംഗ് അല്ല, ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത പല കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ നമുക്ക് ബുക്ക് എടുക്കാൻ പറ്റില്ല. പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്ത വേറെ രീതിയിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോകും. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന പുസ്തകത്തിലല്ല നമ്മളുടെ പ്രശ്നം, പുസ്തകമോ അതിലുള്ള കണ്ടൻറ്റോ അതിലുള്ള ഇൻട്രസ്റ്റോ അല്ല. നമുക്ക് നമ്മളുടെ സ്വന്തം തോട്ടിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യണത്. കാരണം നമ്മളുടെ ബ്രെയിൻ, നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫോൺ യൂസ് കൊണ്ട് നമ്മളുടെ ബ്രെയിൻ ഈസ് ട്രെയിൻഡ് ഫോർ ഇൻസ്റ്റൻറ്റ് പ്ലഷർ ലൈക്ക് ഡോപ്പമിൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പുസ്തകത്തിലെ അതിൻ്റെ ഒരു ഡീപ്പർ മീനിങ്ങിലേക്കൊന്നും പോകാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. നമ്മളൊരു ബുക്ക് എടുക്കുന്നു, അത് തുറക്കുന്നു, അപ്പോൾ തന്നെ ഒരു പേജിൻ്റെ പകുതി എത്തുമ്പോഴേക്കും നമ്മളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നോ നോക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്ര നോട്ടിഫിക്കേഷൻ വന്നോ നോക്കുന്നു, ഞാൻ മുമ്പ് ഇട്ട പോസ്റ്റിന് എത്ര പേര് ലൈക്ക് ചെയ്തോ നോക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷേ നമുക്കൊരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. കാരണം റീഡിങ് ഒരിക്കലും പല ആളുകളും ഒരു പാസീവ് റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ബുക്ക് എടുക്കുന്നു വിത്തൗട്ട് ഒരു വായിക്കുന്ന കണ്ടന്റിൽ ഒരു റിഫ്ലക്ഷൻ പോലും ഇല്ലാണ്ട് എന്തിനാണ് നമ്മൾ വായിച്ചതെന്ന് അറിയാണ്ട് കുറേ ആളുകൾ വായിക്കുന്നു. ചിലപ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്ന ബുക്കിൽ എന്തായിരുന്നു എന്ന് പോലും, അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിലോ നമ്മളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും ഉണ്ടാവാത്ത ആളുകളാണ് കൂടുതലും. പക്ഷേ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞത് ആദ്യം എന്തുകൊണ്ടാണ്, ആ ഒറ്റ കാരണം കൊണ്ടായിരിക്കും. അതായത് ആ ഒരു ഡോപ്പമിൻ റഷ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പുസ്തകം വായിക്കാൻ പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഓരോ പുസ്തകത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലും അധികം കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ഒരു പ്ലഷർ നമുക്ക് വേറെ ഒന്നിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ബുക്സ് എനിക്ക് തരണതൊരു ഒരു കണ്ടന്റോ ഒരു ഐഡിയയോ മാത്രമല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ചിങ് മൈ പെർസ്പെക്റ്റീവ് അബൌട്ട് ലൈഫ്, മൈ പെർസ്പെക്റ്റീവ് അബൌട്ട് ഹൗ ഐ സീ പീപ്പിൾ. മറ്റുള്ള ആളുകളെ എങ്ങനെ കാണുന്നു, മറ്റുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യുക. ഐ തിങ്ക് എവറി ഡേ നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കാനായിട്ട് റീഡിങ്ങിനോളം നല്ല ഒരു ടൂൾ വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, സാധാരണ വായിക്കണ ആളുകളെല്ലാം ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, പല ആളുകളും പുസ്തകം വായിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ്. അതായത് നമ്മളൊരു എന്തൊക്കെയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. വായന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ നമ്മളുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ആ പുസ്തകം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ച് വായിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലരും പുസ്തകം വായിക്കുന്നത്. അത് ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ അങ്ങനെയല്ല പുസ്തകത്തിനെ കാണേണ്ടത്. നമ്മൾ നല്ല പുസ്തകങ്ങൾ, നല്ല വായനക്കാരൻ എപ്പോഴും ഒരു ഡിറ്റക്റ്റീവിൻ്റെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അതായത് അവൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ഐ ബിലീവ് ഐ എം എ ഗുഡ് റീഡർ. ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഓരോ ബുക്കിലും ഓരോ പാരഗ്രാഫ്
പാരഗ്രാഫിലും ഓരോ വരിയിലും എന്തെങ്കിലും എൻ്റെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതായത് നമ്മൾ ആ വായിക്കണത് നമ്മളൊരു ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ഈച്ച് ബുക്കിലും അല്ലെങ്കിൽ ഈച്ച് ചാപ്റ്ററിലും ഈച്ച് പാരാഗ്രാഫിലും സംതിങ് ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അത്തരം കിട്ടുന്ന ചെറിയൊരു ഐഡിയ എന്നായിരിക്കും നമുക്ക് വലിയൊരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത്തരം കിട്ടുന്ന ചെറിയൊരു ഐഡിയ എന്നായിരിക്കാം ഞാൻ എൻ്റെ ഒരു സ്പീച്ചിനൊക്കെയുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വായിച്ചു കിട്ടുന്ന ചെറിയ ഐഡിയ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് പെരുമാറുന്ന രീതി മാറുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന ബുക്ക് വായിച്ചതിന് ശേഷം ഐ എം വെരി കോൺഷ്യസ് അബൌട്ട് ഹൗ ഐ സ്പീക്ക് ടു മൈ കിഡ്സ്. കാരണം അവരിൽ ഉണ്ടാക്കാവുന്ന നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കാര്യങ്ങൾ അവരിൽ നമ്മളുടെ കുട്ടികൾ ഉണ്ടാക്കാവുന്ന വലിയ ഒരു കാര്യം, ഒരു ഇമ്പാക്ട്, ഒരു സെക്ഷനെ പറ്റിയിട്ടാണ് ഞാൻ ആ ബുക്കിൻ്റെ ഒരു ഒറ്റ പാരാഗ്രാഫിൽ വായിച്ചത്. അത് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ ശരിയാണല്ലോ, ഈ 6 വയസ്സ് 7 വയസ്സുള്ള അരുന്ധതി റോയ്, പ്രായത്തിലുള്ള അരുന്ധതി റോയ് എന്ന കുട്ടിയാണ് ഇത്രയും പ്രായത്തിൽ ആ ഇവൻസിനെ ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് ആ ബുക്ക് എഴുതിയത്. അപ്പോൾ എത്രത്തോളം വേദന അവർക്ക് ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മളുടെ കുട്ടിക്കാലത്ത് അത്തരം വേദനകളിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഒരു ലൈഫ് ചേഞ്ചിങ് കൺസെപ്റ്റോ ഒരു ലൈഫ് ചേഞ്ചിങ് ഐഡിയോ ആയിരിക്കണം. അല്ലാതെ ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടി പ്രിപ്പയർ ആവുന്ന പോലെ നമ്മൾ ഇരുന്ന് എന്തോ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കാനുള്ള ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് കരുതിയിട്ട് നമ്മൾ വായിക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. രണ്ടാമത്തെ, റീഡിങ് നീഡ്സ് ടു ബി ആൻ ഇമോഷണൽ ആക്ടിവിറ്റി. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം ഞാൻ എപ്പോഴും നമുക്ക് ഒരു ബുക്ക് വായിച്ചാലോ ഒരു നോവൽ വായിച്ചാലോ മേ ബി ഒരു ഫിക്ഷൻ നോൺ ഫിക്ഷൻ വാട്ട് എവർ ദ ടൈപ്പ് ഓഫ് ബുക്ക് വായിച്ചാലും ആ ബുക്ക് നമ്മളൊരു ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റണം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന പുസ്തകങ്ങൾ, ഏതൊക്കെ പുസ്തകമാണ് ഏത് സമയത്താണ് വായിക്കുന്നത്, ഇറ്റ് ഷുഡ് ഹാവ് സം റിലേഷൻഷിപ്പ് വിത്ത് ദ ഇമോഷൻസ് ദാറ്റ് ഐ എം ഗോയിങ് ത്രൂ നൗ. അതായത് ഇന്നോ ഞാൻ ഈ ദിവസങ്ങളിലോ കടന്നു പോണ ഒരു പ്രശ്നങ്ങളായിട്ട് ചിന്തിക്കുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാവുന്ന ഒരു ബുക്കായിരിക്കാം ചിലപ്പോൾ ഞാൻ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ആ ഒരു ക്രേവിങ് ഇത്തിരി കൂട്ടും ബുക്ക് വായിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ മദർ മേരി കംസ് ടു മീ എന്നൊരു ബുക്ക് ആക്സിഡൻ്റലി എടുത്ത ബുക്കല്ല. കാരണം ഞാൻ ഇപ്പോൾ സാസൽ കയർ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒത്തിരി അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ നമ്മളുടെ പാരൻസും നമ്മളുടെ മക്കളും പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കളും തമ്മിലുള്ള ഒരു ഇമോഷണൽ ഡിസ്കണക്ഷനെ പറ്റിയിട്ട് ഞാൻ ഒത്തിരി കഥകൾ കേൾക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയണം, ഇറ്റ് ഈസ് സോ ഒരു അപ്സെറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കേൾക്കുന്ന കഥകൾ പലപ്പോഴും. കാരണം നമുക്ക് നമ്മളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടോ നമ്മളുടെ ജീവിതം നല്ല രീതിയിലാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നാട് വിട്ട് പുറം രാജ്യത്തേക്ക് പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതും അവിടുത്തെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. പക്ഷേ സംഭവം നമ്മളുടെ പേരൻസ് നാട്ടിൽ പ്രായമാകുമ്പോൾ അവർക്കൊരു സഹായമില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രായം ആവുന്നത് അവരെ വല്ലാണ്ട് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പല മക്കളെ. അപ്പോൾ ആ മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ തരുന്ന ഒരു ഫീലിംഗ് എനിക്കത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പലരും അവരുടെ കുട്ടിക്കാലത്ത് അവർ പാരൻസിൻ്റെ കൂടെ നടന്ന നല്ല സമയങ്ങളെ പറ്റി ആലോചിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടല്ലോ. ഞാൻ ഈ മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് എയർപോർട്ടിൽ വെച്ച് വാങ്ങിയത്, നാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത്. അങ്ങനെയാണ് ഞാൻ ആ ബുക്ക് എടുത്തത്. അപ്പം കാരണം അതെൻ്റെ ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഇമോഷണൽ കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പേഴ്സണലി ഞാൻ ഇപ്പോൾ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ട് വളരെ കണക്റ്റഡാണ്. അതുകൊണ്ട് ആ ബുക്ക് എടുത്തു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്. അത് എൻ്റെ ലൈഫിനോട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു. ഒപ്പം തന്നെ എൻ്റെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ, ആ ഒരു ബിസിനസ് ആവശ്യത്തിന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഉള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നു. കാരണം സാസൽ കെയർ ബിൽഡ് ചെയ്തേക്കുന്നത് അത്തരം പാരൻസിനെ ആ മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അതും അങ്ങനെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെൻ യു ട്രൈ ടു പിക്ക് എ ബുക്ക്, ട്രൈ ടു മേക്ക് ഇറ്റ് സംതിങ് കണക്റ്റഡ് ടു യുവർ റിയൽ ലൈഫ്. ഇപ്പോൾ നിങ്ങളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാബിറ്റിനെ പറ്റിയിട്ടാണെങ്കിൽ ആറ്റോമിക് ഹാബിറ്റ് പോലെയുള്ളത്, പൈസേനെ പറ്റിയിട്ട് അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കടക്കാൻ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഗോ ആൻഡ് പിക്ക് ബുക്സ് ഫ്രം എയ്തർ സൈക്കോളജി ഓഫ് മണി പോലെയുള്ള, അല്ലെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ്, വെരി ബിഗ് യൂണിവേഴ്സിറ്റി ബുക്സ് പോലെയുള്ള ബുക്കാണ്. ഇറ്റ്സ് എ നൈസ് ഇൻട്രസ്റ്റിംഗ് ബുക്സ്. നമ്മളുടെ ഒരു ക്രേവിങ്ങിന്, അല്ലെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലി എനിക്കൊന്ന് രക്ഷപ്പെടണമല്ലോ എന്നുള്ള ക്രേവിങ്ങിനെ നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്തരം ബുക്കിനെ. അങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാന്നുള്ളത്.
ഇതും ഒരു എന്താ പറയുക, ഒരു അണ്ടർ റേറ്റഡ് ഓർ ഓവർ റേറ്റഡ് വേർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മളുടെ ലക്ഷ്യം എപ്പോഴും നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും ബുക്ക് ഇത്രയും പെട്ടെന്ന് വായിച്ച് തീർക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു സ്കില്ലാണ്. നമ്മളത് വായിച്ച് വായിച്ച് വരുമ്പോൾ നമ്മളുടെ ഒരു മസിൽ മെമ്മറി ക്രിയേറ്റഡ് ആയിട്ട് വരും. നമ്മൾ ഓരോ വാക്കുകളും വായിക്കുന്നതിന് പകരം നമ്മൾ ഓരോ പുസ്തകത്തിൻ്റെ ഇടയിലുള്ള പാറ്റേൺസിനെ ശ്രദ്ധിച്ചു തുടങ്ങും. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു എവിഡ് റീഡർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് കുറേ അധികം വായിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ബുക്കിൻ്റെ കുറച്ച് പാരഗ്രാഫിൻ്റെ ഒരു സെർട്ടൺ പാരഗ്രാഫുകളൊക്കെ നമുക്ക് ഒന്നിച്ചൊരു ഒരു ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ദാറ്റ് സ്കിൽ ഓഫ് ഒരു പാരഗ്രാഫിനെ ഒന്നിച്ച് ഒന്ന് മനസ്സിലാക്കുക. പാരഗ്രാഫിനെ ഒന്നിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഒരു ലിറ്ററലി സ്പീക്കിംഗ് ആണ്. അതിലെ കുറച്ച് വേർഡുകൾക്ക് ഒരു കുറച്ച് വാക്കുകൾക്കിടയിൽ നമുക്കൊരു ആശയം മനസ്സിലാവുക എന്ന് പറയില്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മളെല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു മൂവി ഇപ്പോൾ തുടരും എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ ആ ഒരു സിനിമ കാണേണ്ടതിനോട് തുല്യമാണ് നമ്മളൊരു പുസ്തകം വായിക്കുന്നത്. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ സിനിമയിലെ എല്ലാ ഡയലോഗുകളും നമുക്ക് ഓർമ്മയുണ്ടാവും ഇല്ല. പക്ഷേ അതിലെ നല്ല കുറേ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ നല്ല കുറേ മിനിറ്റ്സ് സെക്കൻഡ്സ് നമ്മളുടെ മനസ്സിനെ കുറച്ചും കൂടി ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് തന്ന മൊമെന്റ്സ് നമ്മളെപ്പോഴും ക്യാരി ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ പുസ്തകം വായിക്കുമ്പോഴും. ഒരു ബുക്ക് വായിക്കുമ്പോൾ ആ സിനിമ കണ്ട അതേ എക്സ്പീരിയൻസും അതേ ഫീലിംഗും നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ സിനിമ കാണുന്ന പോലെയല്ല. ഓരോ സ്ക്രിപ്റ്റിൽ ഓരോ വേർഡും ഹാർട്ടാക്കണം, ഓരോ വരിയും വിടാണ്ട് മനസ്സിലാക്കണം, അങ്ങനെ ഇല്ല. ബേസിക്കലി നമുക്ക് അതിനൊരു സിനിമ പോലെ തന്നെ കണ്ടാൽ മതി. നമുക്കൊരു സിനിമ കാണണം അതേ ഫീലിങ്ങോടും എക്സ്പീരിയൻസോടും കൂടി ഇപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഞാൻ തുടരും കണ്ട എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങൾ തുടരും കാണുമ്പോൾ ഉണ്ടാവുന്നത്. ഞാൻ തുടരും കണ്ട അതിന് ചുരുക്കി പറയുന്ന എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങൾ തുടരും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുരുക്കി പറയുന്ന ഒരു എക്സ്പീരിയൻസ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് തുടരും, കുറച്ച് പഴയ പടാണെന്ന് എനിക്കറിയാം. പക്ഷേങ്കിലും അങ്ങനെ അപ്പോൾ നമ്മൾ ആ വാക്കുകൾക്ക് പകരം നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് കൺസെപ്റ്റുകൾ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ബുക്കിൽ നിന്ന് നമുക്കൊരു ഇൻസൈറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പഠിക്കണം. അത്തരം കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ബുക്ക് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബുക്ക് എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഓൾവേസ് ട്രൈ ടു ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഐഡിയ അബൌട്ട് ദാറ്റ് ബുക്ക്. ആ ബുക്ക് വായിച്ചപ്പോൾ ഈ ഗുഡ് റീഡ്സ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ബുക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് ആ ബുക്ക് വായിച്ച ആളുകൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, ആ ബുക്ക് വായിച്ച ആളുകളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി കൂടി അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. ഒരു റിവ്യൂ വായിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ തന്നെ ഐ ഓൾവേസ് ട്രൈ ടു റീഡ് അതിൻ്റെ ഒരു ബാക്ക് പേജിലുള്ള ആ ഒരു കൺസൈസ്ഡ് ഫോമും ഒരു ചെറിയൊരു നമുക്ക് എന്താ പറയുക ഒരു സിനിമ അതിൻ്റെ ഒരു ട്രെയിലർ പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് മറ്റുള്ള ആളുകൾ പുസ്തകത്തെ പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ. അത് എനിക്കിഷ്ടമാണ്, അത് എന്നെ എക്സൈറ്റ് ചെയ്യും. ഇപ്പോൾ തുടരും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ പേര് കണ്ട് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാനുള്ള ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അതുപോലെ ഞാൻ ആ ബുക്കിനെ പറ്റി എപ്പോഴും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നോക്കും. ചിലപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വായിക്കും, ചിലപ്പോൾ ഞാൻ ആ കൺക്ലൂഷൻ വായിക്കും, ചിലപ്പോൾ നമ്മൾ ആ കൺക്ലൂഷൻ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ബുക്ക് തന്നെ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സിൽ നമുക്ക് ആ ഒരു ബുക്കിൻ്റെ ഓവറോൾ ഒരു ഐഡിയ എപ്പോഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് റീഡ് വിത്ത് എ പെൻ ഓർ പെൻസിൽ. ഞാൻ എപ്പോൾ ബുക്ക് വായിക്കുമ്പോഴും എൻ്റെ ടേബിളിൽ ഇപ്പോൾ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്. ഈ ബുക്ക് തന്നെ അനന്തതി റോയുടെ എൻ്റെ ഒരു പെൻസിലുണ്ട്. ഞാൻ വായിക്കണ ചില ഭാഗങ്ങൾ എനിക്ക് വരുമ്പോൾ ഞാനത് നോട്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ കണ്ട ഇതും എൻ്റെ കയ്യിൽ അപ്പുറത്തുള്ളൊരു ബുക്കാണ്. ഞാനത് വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഞാനതിൽ കുറച്ച് പോയിന്റ് നോട്ട് ചെയ്യും. കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ വായിക്കാനും അങ്ങനെ മനസ്സിലാക്കാനും. കാരണം ഇതെല്ലാം എൻ്റെ ലൈഫിലെ ഞാനെന്ന മനുഷ്യനെ എനിക്കിഷ്ടമുള്ള പോലെ ആക്കിയെടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള സ്കിൽസാണ്. അപ്പോൾ അങ്ങനെ അതും ഒന്ന് ശ്രദ്ധിക്കണമെന്നായിരിക്കും. ഓൾവേസ് റീഡ് വിത്ത് എ പെൻ. ഇപ്പോൾ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളത് വരുമ്പോൾ മാർക്ക് ചെയ്തു. അതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ഐഡിയ ആണ് എന്ന് തോന്നുന്നു. പിന്നെ ഓൾവേസ് മേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ദാറ്റ് യു മസ്റ്റ് ഓർ യു ഷുഡ് റീഡ് അറ്റ്ലീസ്റ്റ് 10 pages എ ഡേ. ഒരു ദിവസം ഒരു 10 പേജെങ്കിലും വായിക്കുമെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് പറ്റണം. അത് എടുത്ത് അപ്പം തന്നെ 10 പേജ് വായിക്കുമെന്നല്ല, നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും. പക്ഷെ മിനിമം അത്രയെങ്കിലും നമ്മളൊരു ഗ്യാരണ്ടി വെക്കുകയാണെങ്കിൽ, നമ്മളോട് തന്നെ ഉറപ്പ് പറയുകയാണെങ്കിൽ ഈസിലി യു ക്യാൻ അച്ചീവ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. യു ക്യാൻ ഈസിലി റീഡ് 10 pages 1 by 1. അപ്പോൾ അതും ഒരു ടിപ്പാണ്. പിന്നെ
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യിക്കാൻ പറ്റുക, പിന്നെ ആ ഒരു ബുക്കിൻ്റെ ഓവറോൾ ഒരു ഐഡിയ നോക്കുക. ഇതൊക്കെയാണ് ഒരു സിംപ്ലി ഒരു 8-10 മിനിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ ബുക്ക് എങ്ങനെ കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വായിക്കുക എന്നുള്ളതിനെ കുറച്ച് ടിപ്പായിട്ട് ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എങ്ങനെ നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ വായിക്കണ ബുക്സിലെ കണ്ടന്റ് ഓർത്ത് വെക്കാം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓക്കെ, എങ്ങനെ ഓർത്ത് വെക്കാം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ റീഡ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-9 പേരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് എങ്ങനെ എഫക്റ്റീവ്ലി റീഡ് ചെയ്യാം എന്ന് ഇപ്പോൾ പറഞ്ഞതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടും ഒപ്പം തന്നെ എങ്ങനെയാണ് നമുക്ക് വായിക്കേണ്ടത് ഓർത്ത് വെക്കുക എന്നുള്ളത് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇട്ടുതരാം. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.